മക്കളുടെ പ്രണയം സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ച എത്രയോ മാതാപിതാക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കുട്ടികൾ സാധാരണയായി പ്രണയിക്കാൻ തുടങ്ങുന്നത് കൗമാരകാലത്താണ്, അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ജീവിതകാലത്താണ്. പക്വതയില്ലാത്ത പ്രായത്തിലാണ് അവരുടെ പ്രണയം തുടങ്ങുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ചിന്തകളാണ് പ്രണയത്തിന് കാരണമാകുന്നതും. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തുടങ്ങുന്ന ഈ പ്രണയം അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മക്കളുടെ പ്രണയം മാതാപിതാക്കൾ പലപ്പോഴും അറിയാറേയില്ല. അറിഞ്ഞാൽ തന്നെ അത് വല്ലാതെ വൈകിയായിരിക്കും. അങ്ങനെയുള്ള ഘട്ടത്തിൽ മക്കളെ തിരുത്തുവാനോ ഉപദേശിക്കുവാനോ തുടങ്ങുന്നത് തന്നെ അവർക്ക് തീരെ ഇഷ്ടമാകുകയുമില്ല. അവരോട് പ്രണയത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമുക്ക് എതിരെയാകുന്നു. നമ്മളും അവരും തമ്മിൽ തെറ്റായ ഒരു ബന്ധത്തിന് അത് കാരണമാകുകയും ചെയ്യുന്നു. ശരിക്കും ഈ സ്കൂൾ കാലത്തെ പ്രണയത്തിന് വലിയ ആയുസ്സൊന്നുമില്ല. ഒരു 60% പ്രണയങ്ങളും സ്കൂൾ കാലത്ത് തന്നെ അവസാനിക്കുകയും ചെയ്യും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറച്ച് പ്രണയം അവസാനിക്കും. ഒരു 10% പ്രണയങ്ങൾ മാത്രമായിരിക്കും പിന്നീട് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിലൊക്കെ കടന്നു ചെല്ലുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല പ്രശ്നം. യഥാർത്ഥ പ്രശ്നം നേരിടേണ്ടി വരുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. ഈ സമയത്തുള്ള പ്രണയം അവരുടെ പഠനത്തെ വല്ലാതെ ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ പഠനത്തിലുള്ള അവരുടെ ഫോക്കസ് തന്നെ നഷ്ടപ്പെടും. അവരുടെ ഉപരിപഠനത്തിനും സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമൊക്കെ ഈ പ്രണയം വിലങ്ങുതടിയായി നിൽക്കുകയും ചെയ്യും. വലിയ വലിയ ആഗ്രഹങ്ങളുമായി പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവർക്ക് എങ്ങനെയെങ്കിലും പ്രണയം ഒന്ന് സെറ്റാക്കിയെടുക്കണം എന്നുള്ളതായി മാറും ആഗ്രഹം. അത് അവരുടെ പഠനത്തെ, ഉപരിപഠനത്തെ, ജീവിതത്തെയൊക്കെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രണയം ഇല്ലാതാകും, അവർ ബ്രേക്കപ്പിലാകും. ആ സമയത്ത് അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ ലൈഫാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നും ചെയ്യാത്ത ഒരവസ്ഥയിലെത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ ഇത് രക്ഷകർത്താക്കൾക്ക് സാധ്യമല്ലാത്തതാണ്. അവിടെയാണ് മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ വർക്ക്ഷോപ്പ് മുന്നോട്ട് വയ്ക്കുക, റിതം ഓഫ് ലവ്. ഈ വർക്ക്ഷോപ്പിൽ കൂടി അവർക്ക് പ്രണയത്തെക്കുറിച്ച് അറിയാനും പ്രണയം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാനും ഒക്കെ തീർച്ചയായും സാധിക്കും. ഒപ്പം തന്നെ 12ഓളം ഓൺലൈൻ സെഷൻസ് ഉണ്ട്, 52ഓളം വീഡിയോ സെഷൻസ് ഉണ്ട്. എന്ത് ചോദ്യം ചോദിച്ചാലും വീഡിയോ ആൻസറിങ് സിസ്റ്റം ഉണ്ട്, 1 ഇയർ മെൻറ്റർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ അവർക്ക് കൗൺസിലിങ്ങും എടുക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള മനോഹരമായ അവർക്ക് ആവശ്യമായ സെഷനുകളിലൂടെ അവരുടെ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരാഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കും. ഒപ്പം തന്നെ രക്ഷകർത്താക്കൾക്ക് സമാധാനമായി ജീവിക്കാനും പറ്റും. ഇത് പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും അവശ്യം ലഭിക്കേണ്ട ഒന്നാണ്. അവരത് മനസ്സിലാക്കണം, അവരറിയണം അവരുടെ ജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന്. പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ 94 47 35 54 39 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ www.mhri.in സന്ദർശിക്കുക.